സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മളിന്ന് എഗെയിൻ ഒരു സവാന ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ അടുത്തൊരു സവാന ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിൽ കൂടുതൽ നമ്മൾ വിന്റർ വെയർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ കാശ്മീർ പോണേക്കാട്ടിലും മുന്നേ കാണിച്ച ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ എടുത്ത ഐറ്റംസ് തന്നെയാണ് ഞാൻ കാശ്മീർ പോയ സമയത്തും ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു റെഡ് സ്വെറ്റർ ഇല്ലേ, വൈറ്റ് ഹാർട്ട്സ് ആയിട്ടുള്ളത്, അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാനയിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ വില വന്നിട്ട് അത്ര കുറവൊന്നുമില്ല കേട്ടോ, ഒരു മിഡ് റേഞ്ച് ആണ്. എന്നാൽ ചില സമയത്ത് നല്ല ഡിസ്കൗണ്ട് വരും. ഇപ്പോൾ ഒരു ഫെബ്രുവരി ഒക്കെ നോക്കുകയാണെങ്കിൽ വിൻ്റർ വെയറിന് നല്ല ഡിസ്കൗണ്ടാണ്. കാരണം വിൻ്റർ വെയർ ആ സമയത്ത് അധികം ആരും മേടിക്കില്ലല്ലോ. അതേപോലെ തന്നെ ഒരു മാർച്ച് സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഗൗൺസും അതിനൊക്കെ നല്ല ഡിസ്കൗണ്ട്. അതായത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടൊക്കെ ഇറക്കിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവില്ലേ, അത് പിന്നീട് നല്ല ഡിസ്കൗണ്ടിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കി ഡിസ്കൗണ്ടുള്ള ഐറ്റംസ് ഒക്കെ നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഐറ്റംസിന് റിട്ടേൺ ഇല്ല. അത് ഈ നല്ല ഡിസ്കൗണ്ടിൽ മേടിക്കുന്ന ഐറ്റംസിനാണ് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ടാവും. അതല്ലാത്ത ഐറ്റംസിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം വന്നിട്ട് കുറച്ച് സമയം എടുക്കും. ചിലപ്പോഴൊക്കെ ഒരു മാസം എടുക്കാറുണ്ട് കിട്ടാനായിട്ട്. അത് ഇത്തിരി കഠിനമാണ്. പക്ഷെ ചില ഐറ്റംസ് ആണെങ്കിൽ അത് എഴുതിയിട്ടുണ്ടാവും, ഫാസ്റ്റ് ഡെലിവറി എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക, നമുക്ക് മനസ്സിലാവും. ലേറ്റ് ആണെങ്കിൽ അത് പ്രത്യേകം അതിൽ മെൻഷൻ ആക്കിയിട്ടുണ്ടാവും, പക്ഷെ ഒന്ന് നോക്കണം എന്ന് മാത്രം. എന്തായാലും നല്ല പിൻട്രസ്റ്റി വൈബായിട്ടുള്ള കുറേ എണ്ണവും അതേപോലെ നല്ല പക്ഷെ മോഡസ്റ്റ് വെയർ ആയിട്ടുള്ളതും ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് ടോപ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ചെണ്ണം ഉണ്ട്. പിന്നെ വെസ്റ്റേൺ വെയർ തന്നെയാണ് കേട്ടോ, കുർത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാറ്റിൻ സിൽക്ക് പ്ലസ് ഒരു ലൈക്ര മെറ്റീരിയൽ, അതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അതിൽ വന്നിരിക്കുന്ന ഒരു ഗൗണാണ് ഇത്. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ റിസപ്ഷൻ ഫങ്ഷൻസ് അങ്ങനത്തേനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. 1500 രൂപയാണ് വില. പക്ഷെ ഞാൻ ഡിസ്കൗണ്ട് ടൈമിലാണ് മേടിച്ചത്. അപ്പോൾ ഒരു 1200 അങ്ങനെയൊക്കെ ഒരു റേറ്റ് ഉണ്ടായിരുന്നു. ഇരുന്ന് നോക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് മാത്രമല്ല, എല്ലാമൊന്നും എല്ലായ്പ്പോഴും ഒന്നും ഡിസ്കൗണ്ടിൽ ഉണ്ടാവണം എന്നില്ല. എനിക്ക് പിന്നെ തന്നെ ഒരു പണി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് മേടിക്കുന്നു. റിവ്യൂ പറയാനുള്ള ഒരു ഉദ്ദേശത്തിലും കൂടിയിട്ടാണല്ലോ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നിൽ സിബ് ഉണ്ട്, ബാക്കിൽ ഇങ്ങനെ ഹോൾട്ടർനെക്കായിട്ട് അങ്ങനെ ഒരു കുടുക്ക് പോലെയുള്ളതുണ്ട്. കുറച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് ഡീപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഒരു പ്ലീറ്റ് എക്സ്ട്രാ എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. എനിക്ക് ഈ ഭാഗത്ത് ചെറിയൊരു ലൂസ് ഉണ്ട്, അതും സൈഡൊന്ന് അടിച്ചാൽ ശരിയാവും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതേ കണ്ടോ, പ്ലീറ്റ്സ് ഉണ്ട്. ഇത് ഈ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്ലീറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ വയർ കവറാവും. ഞാൻ എപ്പോഴും ബോഡിക്കോൺ ഡ്രസ്സസോ അല്ലെങ്കിൽ ഗൗൺസ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് ഉണ്ടാവുന്ന ഔട്ട്ഫിറ്റ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വയർ അധികം അറിയില്ല, അതങ്ങ് മറിഞ്ഞു കളയും. അപ്പോൾ ആ രീതിക്ക് നല്ലൊരു ഹാക്കാണ് കേട്ടോ അത്. അങ്ങനെ ഒന്ന് ട്രൈ നോക്കുക. ഇൻ കേസ് വയറുള്ളവരാണെങ്കിൽ. വയറില്ലാത്തവരാണെങ്കിൽ പിന്നെ ലക്കി മാത്രമല്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഈ ചിലർക്ക് ഉണ്ടാവുമല്ലോ, കുറച്ചിങ്ങനെ പ്രസവം കഴിഞ്ഞാൽ എസ്പെഷ്യലി കുറച്ചിങ്ങനെ വയറായിട്ടുണ്ടാവും. അത് എൻ്റെ ഫോണില്ല കേട്ടോ, ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും അപ്പോൾ അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് മേടിക്കുകയാണെങ്കിൽ വയറ് അങ്ങനെ മറിഞ്ഞിരുന്നോളൂ. പിന്നെ വന്നിട്ട് സ്ലിറ്റും ഉണ്ട്. എനിക്ക് നല്ലൊരു ഗൗണായിട്ട് തോന്നി. വില വെച്ച് നോക്കുമ്പോഴും നല്ലതാണ്, നല്ല മെറ്റീരിയലാണ്, നല്ലൊരു പാർട്ടി വെയർ ആണ്, എന്നാൽ സിമ്പിളും ആണ്. നല്ലൊരെണ്ണമാണ് കേട്ടോ അത്. ഇതുണ്ടല്ലോ, ഇത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല ഇപ്പോൾ, കാരണം ഒരുപാട് പേര് കണ്ട് കുറച്ച് മടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. ബ്ലാക്കിൽ ഇങ്ങനെ റെഡ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ലൈക്ര മെറ്റീരിയലുള്ള നെറ്റിലുള്ള ഇതാണ് ഇത്. അർബാനിക്കിലും ഉണ്ട്, ന്യൂമിയിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ മേടിച്ച സവാനയെന്നാണ്. ബാക്കിൽ കെട്ടൊക്കെ ആയിട്ട് ഇത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷത്തെ വാലന്റൈൻസ് ഡേക്ക് സ്റ്റൈൽ ചെയ്തിട്ടുള്ളതായിരുന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇത് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു 2 വർഷത്തിൽ ഈ മെറ്റീരിയലിൽ പല ഔട്ട്ഫിറ്റ്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീതൊരു ടീഷർട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു സ്കേർട്ടും ടോപ്പും പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിൽ ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മീതേക്ക് നമുക്ക് ഇതിടാവുന്നതാണ്. അങ്ങനെ നമുക്ക് മാറ്റി മറിച്ചും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിട്ടിട്ട് ഇതിൻ്റെ മീതെ നല്ലൊരു ഫ്ലെയർ ഉള്ളൊരു സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗൗൺ ഇഷ്ടമാണെങ്കിൽ നോക്കിക്കോളൂ. അതല്ല കുറച്ച് യുണീക്കായിട്ടുള്ളൊരു ഗൗൺ അങ്ങനെയൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് വേണ്ട കേട്ടോ, കാരണം ഇത് കുറച്ച് കോമൺ ആയി കഴിഞ്ഞു. അടുത്തൊരു ഗൗൺ വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നെറ്റിൻ്റെ ഒരു ലൈക്ര മെറ്റീരിയൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ട്രാപ്ലെസ് ബ്ര അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ബ്ര യൂസ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. പകരം നമ്മൾ ബ്ലാക്ക് ബ്ര ഇട്ടാലും കുഴപ്പമില്ല. അതിൻ്റെ സ്ട്രാപ്പ് കാണുമ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതാണെന്നേ തോന്നുള്ളൂ. ഞാൻ അങ്ങനെയാണ് പിട്ട് കാണിക്കുന്നത്. അതെല്ലാം കുറച്ചുകൂടി ആ ഒരു പെർഫെക്റ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സ്കിൻ കാണുന്ന പോലെ തന്നെ വേണമെന്നാണെങ്കിൽ സ്ട്രാപ്ലെസ് ബ്ര ഇടാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ പ്ലീറ്റ്സ് ഉണ്ട്. അത് നമുക്ക് വലിച്ച് കെട്ടാവുന്നതാണ്. പ്ലീറ്റ്സ് ഉണ്ട്, എന്നിട്ട് നമുക്ക് ഒന്ന് കെട്ടിയിടുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ, റിസപ്ഷൻ ഫംഗ്ഷൻസിനും അങ്ങനെയൊക്കെ, നമ്മുടെ 2K കിഡ്സിനൊക്കെ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നല്ലതാണ്. അല്ല, ആർക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ വരെ ഇടുന്നതാണ്. അപ്പം അങ്ങനെ പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല. ആർക്ക് വേണമെങ്കിലും ഇടാം. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാറില്ലേ പലരും 50 ഇയേഴ്സും 60 ഇയേഴ്സും ഒക്കെ ഉള്ളവർ സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലതല്ലേ അത്? എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല ഏത് തരം ഔട്ട്ഫിറ്റ് ഇടുമ്പോഴും. ഇത് നല്ലൊരു ഗൗണാണ്. ഇതിൽ സിബും കാര്യങ്ങളൊന്നുമില്ല. ഒരു 1000 അറൗണ്ട് ആണ് റേറ്റ് ഉള്ളത്. അടിപൊളിയാണ്. നല്ല മെറ്റീരിയലാണ്. നല്ല കട്ടിയുള്ള ലൈക്ര ബ്ലാക്ക് മെറ്റീരിയലാണ്. ചൂടെടുക്കില്ല. ഈ കാലത്ത്, ഈ ചൂടുകാലത്ത് പറ്റിയൊരു ഗൗണാണ് കേട്ടോ. അടുത്തത് ഇത് ഇപ്പോൾ നമ്മൾ അടുത്തെങ്ങാനും സൂഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് ഗൗൺസ്. ഇത് കുറച്ച് നാളായിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നെറ്റ് പോലത്തെ ഫാബ്രിക്കിൽ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടാണുള്ളത്. ഇതും ഞാൻ സൈഡിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതെനിക്ക് അത്ര ചേരാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഈ ടോപ്പിൻ്റെ പോർഷനുണ്ടല്ലോ ഇറങ്ങി വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഹിപ്പിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലീറ്റ്സ് ഇറങ്ങി ഹിപ്സിൻ്റെ അവിടെ നിന്നാണ്, അല്ല വേസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലീറ്റ്സ് ഇറങ്ങി ഹിപ്സിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം എൻ്റെ പൊക്കത്തിന് ഇത് ചേരാത്ത പ്രശ്നമാണ് കേട്ടോ. കുറച്ചുകൂടി പൊക്കമുള്ള ആളുകളാണ് ഇടുന്നതെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ടൊരു വെറൈറ്റി ഉണ്ട്. എസ്പെഷ്യലി ഈ പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോൾ രസമുണ്ട്. താഴത്തെ സ്ലിറ്റും ഒക്കെ രസമായിട്ടുണ്ട്. എൻ്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് 1000 ഒക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. 1300 ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഡിസ്കൗണ്ടിലുണ്ട്. നല്ല കളറാണ്. കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട്. ബ്രൗൺ, ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്കിത് അത്ര ചേരുന്നില്ല എന്ന് മാത്രമേ ഇവിടെ ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. എന്തോ ഒരു അപാകത പോലെ തോന്നുന്നില്ലേ. ഒക്കെ ഉള്ളവർക്കാവും കുറച്ചും കൂടി ചേരാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നല്ല ഔട്ട്ഫിറ്റാണ്, നല്ല ഗൗണ്. അപ്പോൾ നമ്മൾ ഈ റിസപ്ഷനും ഇതിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ ഫംഗ്ഷൻസിന് ഇവൻറ്റ്സിനൊക്കെ ഗൗൺസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സവാന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ബുക്ക് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. അടുത്തൊരു ഡ്രസ്സ് ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് കേട്ടോ. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. നമ്മൾ അധികം കാണാത്ത ഒരു മെറ്റീരിയൽ കോമ്പിനേഷനാണ്. ലൈക്ര മെറ്റീരിയലും പോളിസ്റ്ററും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മേളിലത്തെ ഭാഗവും അതേപോലെ തന്നെ താഴത്തെ ഈ ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി ലൈക്ര മെറ്റീരിയൽ ആണുള്ളത്. എന്നാൽ ഈ വൈറ്റ് പോർഷൻ, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പ്യോർ വൈറ്റ് അല്ല, ചെറിയൊരു ഓഫ് വൈറ്റ് ആണ്. ഈ മെറ്റീരിയലാണെങ്കിൽ പോളിസ്റ്ററും ആണ്. അപ്പോൾ ശരിക്കും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നുണ്ട്. ഈവൻ ദോ ഈ മെറ്റീരിയലിന് കുറച്ച് കട്ടിയുണ്ടെങ്കിലും ഇതിന് കട്ടിയില്ലാത്ത കാരണം നല്ല ഫ്ലെയർഡ് ആയിട്ടുണ്ട്. നല്ലൊരു ഡ്രീമി ഔട്ട്ഫിറ്റാണ് കേട്ടോ. നന്നായിട്ട് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരേ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം, നെക്ക് കുറച്ച് ഡീപ്പായതുകൊണ്ട് ഇങ്ങനെ ഇടാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പിള്ളേർക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അങ്ങനത്തെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇതും നമുക്കിവിടെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാവും കേട്ടോ. പിള്ളേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ നോക്കി ഇങ്ങനെ ഇതായിപ്പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കുറേ പേര് കണ്ടിട്ടില്ലേ പുറത്തൊക്കെ പോകുമ്പോൾ എന്താണ് തായ്ലാൻഡ്, ഉസ്ബെക്കിസ്ഥാൻ, ബാലി അങ്ങനെയൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഗൗൺസും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കില്ലേ, അങ്ങനത്തെ ഒക്കെ വേണമെങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇതൊരു 1000 അറൗണ്ട്. ഈ ഗൗൺസ് എല്ലാം ഒരു 1000 അറൗണ്ട് ആയിട്ടാണുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതത്ര കൂടുതലല്ല. കാരണം ഇതിലിപ്പോൾ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം കൂടിയിട്ട് ഒരു 5 മീറ്ററൊക്കെ ഉണ്ടാവും. അപ്പം അത് നല്ല രസമായിട്ടുണ്ട്. കട്ട് ചെയ്തൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വരുമ്പോൾ
നമുക്കത് പുറത്തുനിന്നൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നല്ല വില വരില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. ഇനി വന്നിട്ട് ഒരു 700 റുപ്പീസിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ്, നല്ലൊരു ഔട്ട്ഫിറ്റ്. എന്താ വെച്ചാൽ ഒന്ന് ഇതേപോലെ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്, കുറച്ച് ഡീപ്പാണ്, അതല്ലെങ്കിൽ അടിപൊളിയാണ്. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോൾഡർ ഒന്ന് കയറ്റി അടിച്ചാൽ മതിയാവും, അപ്പം അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ, അതുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ വേറെ ഹൂഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു 700-800 റുപ്പീസിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ പാൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒപ്പം, ട്രാക്ക് പാൻസിൻ്റെ ഒപ്പം, ജോഗേഴ്സിൻ്റെ ഒപ്പം, അങ്ങനെ നമുക്ക് മാറ്റിയൊക്കെ ഇടാവുന്നതാണ്. ഇതാണെങ്കിലും അതെ, നമുക്ക് ഈ ടോപ്പിന് അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് ജാക്കറ്റ് വേറെ പെയർ ചെയ്യാവുന്നതാണ്, ഉള്ളിൽ വേറെ ടീഷർട്ട് ഇടാവുന്നതാണ്, രണ്ടും അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ എ സിയിലിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് പോകണമെങ്കിൽ ഇത് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ ചൂട് സമയത്താണെങ്കിൽ തനിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, നല്ലൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വന്നിട്ട് ഒരു സ്വെറ്റ് ഷർട്ട് പോലെയുള്ളതാണ് കേട്ടോ. ജോയി ഡസൻ ഷെയർ ഫുഡ്. ഫ്രണ്ട്സിൻ്റെ ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടും, പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് കട്ടിയുണ്ട്. തണുപ്പ് സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇടാം, യാത്ര ചെയ്യണ സമയത്ത് വേണമെങ്കിൽ ഇടാം. അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതൊരു 500 രൂപ ആ ഒരു റേറ്റിലാണ് ഉള്ളത്. പിന്നെ ഒറ്റ സൈസിലേ ഉള്ളൂ. കുറേ ഐറ്റംസ് സവാനയിൽ ഒറ്റ സൈസിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ണം കുറവുള്ളവരാണെങ്കിൽ അവർക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി സ്വെറ്റേഴ്സും സ്വെറ്റ് ഷർട്ട്സും ഒക്കെ അങ്ങനെ ഒറ്റ സൈസിൽ വരുന്നതാണ് കേട്ടോ ഉള്ളത്. അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ റിട്ടേൺ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനത് ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു 500 റുപ്പീസോ 400 റുപ്പീസിനിട്ട് മേടിച്ചതുകൊണ്ട് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് കാഷ്വലി ഒക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാവുന്നതാണ്. നല്ലതാണ് കേട്ടോ, ചൂട് സമയത്തും ഇടാനായിട്ട് ഭയങ്കര നല്ലതാണ്. കാരണം വളരെ ലൈറ്റായിട്ടുള്ള മെറ്റീരിയലാണ്, ഫുൾ സ്ലീവാണ്, വെയിലടിക്കൂല, നല്ല സുഖം ഇടാനായിട്ട്. ഒരു 300-400 ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ലതാട്ടോ. ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് കാഷ്വലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിൽ. സ്ലീവ്സ് കണ്ടോ, താഴേക്ക് വരുമ്പോൾ ഇതേപോലെ വിടർന്നത്. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഇട്ടത് ഓർമ്മയുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇടുന്നത്. ഈവൻ ചുരിദാറിന് പോലും നമ്മൾ ഇങ്ങനത്തെ സ്ലീവ്സ് ഒക്കെ തുന്നാറില്ലേ പണ്ട്, എന്താല്ലേ ഓർമ്മകൾ. പിന്നെ ഒരു സ്ക്വയർ നെക്കാണ്, സിമ്പിളാണ്. ഇങ്ങനത്തെ കുറേ ടോപ്സ് ഉണ്ട് കേട്ടോ, ചൂട് സമയത്താണെങ്കിലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടോപ്സ് ഉണ്ട് ജീൻസിൻ്റെ ഒപ്പം. അപ്പോൾ അത് നല്ലതാണ്. ഇത് വന്നിട്ട് ഒരു ഗ്രീൻ സിമ്പിളായിട്ടുള്ള ടോപ്പാണ്, പക്ഷെ കുറച്ച് കട്ടിയുണ്ട്. നമുക്ക് ചൂട് സമയത്ത് ഇടാൻ പാടാണ്, പക്ഷെ നമ്മുടെ ആ ഒരു ഡിസംബർ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ജീൻസിൻ്റെ ഒക്കെ ഒപ്പം ഇടാനായിട്ട് നല്ലതാണ്. ഒരു സിമ്പിൾ ടോപ്പ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. യാത്ര ചെയ്യുന്ന സമയത്തും ട്രെയിനിലും അതേപോലെ തന്നെ എയർപോർട്ടിലും ബസ്സിൽ AC ഉള്ള സ്ഥലത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. പിന്നെ എഗെയിൻ നേരത്തെ പോലെ തന്നെ കാഷ്വൽ ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇത് വില വന്നിട്ട് 490 എഴുതിയിട്ടുള്ളത്. ഒരു 450-400 ആ ഒരു റേറ്റിലൊക്കെ ആവട്ടെ ഉണ്ടാവുക. ബലൂൺ പ്രിൻ്റ് ആണ് ഇത്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. കഴുകിയാലും അങ്ങനെ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റൊന്നും അല്ല കേട്ടോ. നല്ല ഷെയ്ഡിൽ നല്ല ബ്രൗൺ ഷെയ്ഡ്. ഈ വൈറ്റ് ഷർട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ ഇടാൻ തോന്നാം. അത്ര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. ഇടുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ നിഴലടിക്കും, നന്നായിട്ട് നിഴലടിക്കുന്നതാണ്. അപ്പോൾ ഉള്ളിൽ ഇതേപോലെ തന്നെ ഇതേപോലെ നിഴലടിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ബ്രാ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രാലെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമസോൾ പോലെ എന്തെങ്കിലും ഇട്ടിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു ന്യൂഡ് ബ്രാ ഇട്ടിട്ട് വേണമെങ്കിലും ഇടാം, പക്ഷെ നമ്മുടെ നാട്ടിൽ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അയ്യോ ദൈവം, നല്ല ഷർട്ടാണ് കേട്ടോ. ഒരു വൈറ്റ് ഷർട്ട് മസ്റ്റാണ്, ഡെനിമിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് പണിതാലേ എനിക്കിനി ഇടാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ നെക്ക് അത്ര ഡീപ്പ്, അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എവിടെയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ ഇടുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഇത്ര ഡീപ്പ് പറ്റാത്ത കാരണം ഞാൻ വിചാരിക്കുന്നത് നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചടിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ബോ പോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് ഫിറ്റാക്കി ഒന്നും കൂടി സൈഡൊക്കെ ഒന്ന് അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് എനിക്ക് ഇടാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒന്നാണ്. നമുക്ക് പാവാടയുടെ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലത്. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന പാവാട ഹെർഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോർ കൊച്ചിയിൽ വൈറ്റിലയിൽ അവർക്ക് ഷോപ്പുണ്ട് കേട്ടോ, അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോളേജിലേക്കും അങ്ങനെ ഇടാൻ അലൗഡ് ആണെങ്കിൽ. ചില കോളേജിൽ ചുരിദാർ മാത്രമല്ലേ പറ്റുള്ളൂ. ഞാനിവിടെ പഠിച്ചിരുന്നപ്പം
ക്രൈസ്റ്റിലൊക്കെ ചുരിദാർ മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാറ്റി ഇട്ടാലൊക്കെ നല്ലതാണ്. അടുത്തത് ഞാൻ 2-3 ഫോൺ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡിസ്കൗണ്ടിൽ കാണുമ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഒക്കെ ഒരു 200 രൂപ 250 രൂപ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ ഇതിൽ കണ്ണാടിയൊക്കെ ഉണ്ട്, കാണാണ്ടോ? നല്ല രസമായിട്ടുള്ള പൂമ്പാറ്റ്, നല്ല പിൻട്രസ്റ്റി വൈബുള്ള സാധനം കേട്ടോ. അപ്പം എല്ലാവർക്കും അതെല്ലാം ഇഷ്ടം. നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൽ കൊള്ളുമോ നോക്കട്ടെ. പക്ഷെ കണ്ണുണ്ട് കേട്ടോ ഫോൺ കവറിന്. കണ്ണാടി ഉള്ളത് നല്ലതാവും, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കാലോ. 200 രൂപയ്ക്കൊക്കെ നല്ലതാ. കുറെ കല്ലും പൂമ്പാറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. എത്രയാണ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു സംശയം. ഐഫോണൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല, അല്ല ഏത് ഫോണാണെങ്കിലും ഇപ്പോൾ വിലയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഞാൻ ഇതിനെക്കാട്ടും മുന്നേ ഫോൺ കവറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന തായ്ലാൻഡിൽ പോയ സമയത്തായിരുന്നു. അവിടെ ഇങ്ങനെ അയ്യോ എത്ര ബാത്തായിരുന്നു അത്, നല്ല കുറവായിരുന്നു, നല്ല വിലക്കുറവിൽ കിട്ടുമായിരുന്നു. ഇത് കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. ഓ ഇത് ഇത്തിരി ഷോക്കാണ്. ഇത് കവറിൽ ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇരിക്കുന്നില്ല. കാണാൻ കുഴപ്പമില്ല, പിള്ളേരുടെ ഒക്കെ ഫോൺ കവർ പോലെ ഉണ്ടല്ലേ. ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല സെറ്റാണ്, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓ എന്തൊരു തിളക്കം. എനിക്ക് പിള്ളേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ആദ്യം കാണിച്ച കണ്ണാടി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ക്യൂട്ടാണ്. ഇതിൽ പക്ഷെ ഫോൺ ശരിക്കും ഇരിക്കുന്നില്ല. ഇതിൽ കുഴപ്പമില്ല കേട്ടോ, ഇതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കി 2-3 ഫോൺ കവർ മേടിച്ചതാണ്. നോക്കി നോക്കൂ കേട്ടോ, ഫോൺ കവറിന് നല്ല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ സിലിക്കൺ അങ്ങനത്തെ കണ്ട് ഇങ്ങനത്തെ കവറാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷനേ നമ്മുടെ ഫോണിന് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എന്ന് പറയാനായിട്ട് ഇതെന്താണിത്? ഇതങ്ങനത്തെ ആ ഹെയർ ടൈ പോലത്തെ സാധനമില്ലേ, സ്പ്രിങ്, നമുക്കിങ്ങനെ ചുറ്റി ഇടാവുന്ന. പക്ഷെ അതിൽ ഇതേ കണ്ടോ ഈ ഒരു ബീഡ്സ് ഉണ്ട്. ഞാൻ ഇമ്മക്കുട്ടിക്ക് 2 ഭാഗം മുടി കെട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ. ഇപ്പൊ ഇമ്മയുടേതായ രീതികളുണ്ട്. അവള് തന്നെയാണ് റെഡി ആവുക എങ്ങോട്ട് പോകണ്ടെങ്കിലും. അപ്പൊ ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വന്നിട്ട് ഒരു കമ്മലും മാലയും കൂടെ സെറ്റ് കേട്ടോ. ഇതും ഞാൻ ഇമ്മക്കുട്ടിക്ക് വേണ്ടി മേടിച്ചതാ. ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലും മാലയും സെറ്റ്. പിന്നെ നെയിൽസ് ആണ് കേട്ടോ, അവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നെയിൽസ് വേണമെങ്കിൽ നോക്കി നോക്കൂ. കാരണം സ്റ്റിക്ക് ഓൺ നെയിൽസ് കേട്ടോ, നല്ല ചെറിയ നെയിൽസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നെയിൽസ് മേടിക്കുമ്പോൾ കൂടുതലും വലിയ നെയിൽസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ചെറിയ നെയിൽസ് ഉണ്ട്. ഇപ്പം നെയിൽ ഗ്ലൂ വേറെ മേടിച്ചാലും മതി, അല്ലെങ്കിൽ 1 day യൂസ് ആണെങ്കിൽ അതിനെ പറ്റിയ ഗ്ലൂ ഇതിലും ഫ്രീ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻകേസ് നെയിൽസ് വേണമെങ്കിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗൗൺസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അങ്ങനത്തെയൊക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ് സവാനയിൽ. അപ്പം ഞാൻ ഈ കാണിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കൂ. സവാനയിൽ നിന്ന് പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയുണ്ട്, മേടിച്ചിട്ട് എന്താ തോന്നിയെന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ലവ് യു ഓൾസോ സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.